സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഡ്രിങ്കിംഗ് ആൽക്കഹോൾ ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഹായ്ടാ. ഹായ്. എന്തൊക്കെയുണ്ടോ വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ ഇത്തവണത്തെ അവസാന പരീക്ഷയും കഴിഞ്ഞു. എന്തൊരു പാടായിരുന്നു ഒന്ന് കഴിഞ്ഞിട്ടാൻ. എനിക്കൊരു പാടുമില്ലായിരുന്നു. ഞാൻ എല്ലാം പഠിച്ചോണ്ട് എനിക്ക് എല്ലാം സിമ്പിൾ ആയിരുന്നു. ഒന്ന് പോടാ തള്ളാതെ, ഒരു പഠിത്തക്കാരൻ വന്നേക്കുന്നു. അല്ലേലും ഇവൻ ഭയങ്കര തള്ള. ഇത്തവണത്തെ വെക്കേഷൻ അടിപൊളിയാക്കാനേ എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഇവന്റെ ഐഡിയ ഇല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ പറയടാ മുത്തേ, കേക്കട്ടെ. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. എടി അമ്പാടി ഒന്ന് വിളിയടി, സമയം ഒരുപാടായി, അവന് പ്രാക്ടീസിന് പോവണ്ടേ. പുല്ല് തീയും കത്തുന്നില്ല, എന്നെ കൊണ്ട് വയ്യ പുല്ല്. എടി അമ്പാടിയെ വിളിച്ചോ നീ. എടി നീ അമ്പാടിയെ വിളിച്ചോന്ന്. ഈ അമ്മയുടെ ഒരു അവനെ അമ്പാടി ഡാ അമ്പാടി പ്രാക്ടീസിന് പോണ്ടേ? എനിക്കങ്ങോട്ട് ശല്യം ചെയ്യാൻ വന്നേക്കുന്നു. അയ്യോ സമ്മതിക്കത്തില്ലല്ലേ. ഇറാന്റെ ആണോ ഭീഷണി? പാചകവാതക വില വീണ്ടും കൂടിയ ഈശ്വര, ഇതെന്തോ ഇത്? അച്ഛാ, അവൻ എന്ത് റെഡി ആയില്ലേ? അവൻ റെഡിയായെന്ന് തോന്നുന്നു. മോനെ അമ്പാടി, ഇതൂടെ കഴിക്കടാ, കുറച്ചുകൂടെ ഉള്ളു. അമ്മ ഞാൻ പോന്നമ്മ. ഇതൂടെ കഴി. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാം. ഇനി ഇത്തിരി വെള്ളം കൂടെ കുടി. ഡാ മോനെ, ഇന്ന് വൈകിട്ട് നേരത്തെ വരണേ. മാമന്റെ വീട്ടിൽ പോണം നമുക്ക്. മാമി ഒരു ഗ്യാസ് കുറ്റി തരാന്ന് പറഞ്ഞ്. ലക്ഷണം കണ്ടിട്ടേ യുദ്ധം ഇപ്പെടുന്ന് അവസാനിക്കുന്ന ലക്ഷണമില്ല മക്കളെ. നിന്റെ അമ്മയ്ക്ക് ഗ്യാസ് കിട്ടിയത് തന്നെ. പുതിയ അഡ്മിഷൻ എടുക്കാൻ വന്നാണോ? മോന്റെ പേരെന്നാ? അർജുൻ കൃഷ്ണ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 3ാം ക്ലാസ്സില്. കരാട്ടെ പഠിക്കാൻ ഇഷ്ടമാണോ? കരാട്ടെ പറ്റിയൊക്കെ അറിയാവോ? ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ പൂരിപ്പിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ. ക്ലാസ്സിലേക്ക്. കൈപൊക്കെ തലയുടെ മുകളിൽ നിൽക്കണേ. One God with the shout. Hachi. Right. What the guy?
好，注意，说这个地方行。やめ。青、注意。鈴木、走り。സംഭയ് വരുൺ, നീ ക്ലാസ്സിൽ വളരെ ഡിസിപ്ലിനായിട്ട് പരിശീലിക്കണം. നമ്മൾ മറ്റു കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇത് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്തു വേണം കരാട്ട പരിശീലനം നടത്താൻ. കരാട്ട ഡിസിപ്ലിൻ പാലിച്ചു വേണം കരാട്ട പരിശീലനം നടത്തുവാൻ. ഇല്ലെങ്കിൽ ഈ അസോസിയേഷനിൽ നിന്നും നിന്നെ പുറത്താക്കുന്നതായിരിക്കും. ഓസ്, നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് അവസാനിച്ചിരിക്കുകയാണ്. ആ പിള്ളേരെല്ലാം വന്നല്ലോ. കരോട്ട പഠിത്തമൊക്കെ എവിടം വരായി? ഓക്കെ. ആ ശരി. മണിയമ്മേ, എന്തുകൊണ്ട് വിശേഷം? വിശേഷം ഇതൊക്കെ തന്നെ മോനെ. ചേട്ടാ, മധുരം കുറച്ച് കടുപ്പം കൂട്ടി ഒരു ചായ. മെമ്പറെ, ഇത്തവണ വല്ല മാറ്റം ഉണ്ടാവും? കേരളത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു. ഇത്തവണ നമ്മളെ കലക്കും കുമാറേ. കുമാറേ, അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. ഞാൻ പോയിട്ട് വരാം. ഞാനും വരുന്നു. എന്നാവാ. ഹായ് ഗൈസ്, ഹാഷ് മീഡിയയിലേക്ക് സ്വാഗതം. അനു SK ആസ്ക്. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാമീണ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു കിടുക്കാച്ചി പരിപാടിയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ഈ സുന്ദരി തരുണീ മണികളെ കണ്ടിട്ട് അടുത്ത റീലിലോട്ട് പോകാം. ഓക്കെ. പിടിവിടറാ, വീട്ടില്ലെങ്കിൽ ചെറുക്കനെ തുറന്നോടാ. ശരത്തേട്ടാ, നിങ്ങളെ മോരത്തിന്റെ തലയടിച്ച് പിടിച്ച് അവിടെ ആകെ പ്രശ്നമായി കിടക്കുന്നു. ഒരു പയ്യന്റെ. എനിക്ക് സാക്ഷി പറയാനൊന്നും വയ്യത്, ഞാൻ അപ്പോഴേ വീരി. എടി, നമ്മുടെ മോനാണെങ്കിൽ അവിടെ ആരെയോ എടുത്തിട്ട് തല്ലിയെന്ന് കേൾക്കുന്നു. എനിക്ക് അറിയത്തില്ല ചേച്ചി. നീ പോലീസ് കേസാക്കാതെ മാക്സിമം അത് നോക്കണേ. ചേട്ടാ, വരണമെന്ന പയ്യനെ കളിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളെ മോനാണെന്നോ കൂട്ടാനോ അറിയാൻ വയ്യ. വരുന്നത് അടിയായി ചിച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പോലീസ് കേസാക്കണമെന്നൊക്കെ പറയുന്നത്. എന്റെ കൈ നിൽക്കുന്ന കേസൊന്നും അല്ല. സംഭവം വരണമെന്ന് ഇപ്പൊ നമ്മുടെ കയ്യിലല്ല. എന്റെ പൊന്നു മെമ്പറെ, എന്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല. ചേട്ടാ, ഇത് വലിയ പ്രശ്നമാവുകയെ. മോളെ, നീ എവിടെ ഇല്ലായിരുന്നോ? മോളും കണ്ടില്ലേ? പിന്നെ നീ നോക്കണേ കേട്ടോ. അവിടെ എല്ലാം മാക്സിമം സെറ്റാക്കി വെച്ചേക്കണേ. എടാ മക്കളെ, എന്തോടെ ഉണ്ടായത്? എന്ത് സംഭവിച്ചെന്ന് പറ. നിന്റെ അടുത്ത് കരാട്ടെ പഠിക്കാൻ പോയ ദിവസം പോലും ഞാൻ പറയുന്നതാണ്. ഇന്ന് നീ അവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? ആരാടാ പ്രശ്നം ഉണ്ടാക്കിയത്? എന്നാലും നിന്റെ പേരിൽ വന്നേക്കുന്നത് മെമ്പറൊക്കെ വന്നേക്കാണ്. ആകെ പ്രശ്നമായിരിക്കാണ്. അതിപ്പോ നിന്റെ തലയിലല്ലേ വന്നേക്കണത്. ആരാടാ പ്രശ്നം ഉണ്ടാക്കിയത്? സത്യം പറ, ആരാ അടിച്ചത്? ഇത്ര സീരിയസ് ആണെന്നല്ലേ പറഞ്ഞു. എന്നാ നമുക്കൊരു പണിയൊപ്പിച്ചാലോ? ഓ, നീ ഇത്രയും വലിയ പണിയൊപ്പിച്ച് വെച്ചിട്ട് നീ എന്ത് പണിയാടാ ഉണ്ടാക്കാൻ പോണത്? അവന്റെ കുടുംബത്തിനു വേണ്ടി നമുക്കൊരു ചികിത്സാ സഹായനിധി ഉണ്ടാക്കിയാലോ? കട്ട്. എന്തോന്നടാ ഇത്? ലാസ്റ്റ് സീൻ ഇങ്ങനെ എടുക്കാനാണോ പറഞ്ഞേ? എന്തോ നിങ്ങൾ കാണിച്ചു വെച്ചേക്കണത്? ദേ അങ്ങോട്ട് നോക്ക്. അല്ലേലും ഇവൻ ഭയങ്കര തള്ള. ഇത്തവണത്തെ വെക്കേഷൻ അടിപൊളിയാക്കാനേ എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഇവന്റെ ഐഡിയ ഇല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ പറയടാ മുത്തേ, കേക്കട്ടെ. എല്ലാ വെക്കേഷൻ സിനിമ കാണലും TV ഒക്കെ അല്ലേ. അടുത്ത ആഴ്ച ട്യൂഷൻ തുടങ്ങും. എന്നാ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്താലാ? അത് ശരിയാ നീ പറഞ്ഞത്. നിനക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. നീ ധൈര്യമായിട്ട് തുടങ്ങും, നമ്മളുണ്ട് കൂടെ.
അപ്പൊ ക്യാമറ എഡിറ്റിംഗ് ആര് ചെയ്യും? നമ്മൾ രാഹുൽ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയെല്ലാം സെറ്റാക്കി തരും. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. വാ കൊള്ളാം കേട്ടാ, സൂപ്പർ, നീ പൊളിച്ചു, അടിപൊളി, സൂപ്പർടാ. ബാറ്റിന്റെ അടി ഇച്ചിരി ശരിയാവുന്നുണ്ട്, നീ കൊള്ളാടാ. അപ്പൊ കൂട്ടാ സൂപ്പർ. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മൾ ഈ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വെച്ച് നമുക്കൊരു കൈ കൊടുക്കാം. റെഡി, ആക്ഷൻ, റെഡി, ഓക്കെ, താങ്ക് യു. na 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 na